Dear students, very good morning. Last class we fourth module fund flow statement ചെറിയ പോർഷൻ ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് പ്രിലിമിനറി ടെക്നിക്സ് ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിലെ ഫസ്റ്റ് പോർഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ക്ലാസിഫിക്കേഷൻ ഓഫ് ഐറ്റംസ് ഇൻടു കറണ്ട് ആൻഡ് നോൺ കറണ്ട് ഐറ്റംസ്. ഓക്കെ, അപ്പോൾ കറണ്ട് ഐറ്റം നോൺ കറണ്ട് ഐറ്റംസും തമ്മിൽ ക്ലാസിഫിക്കേഷൻ നടത്തലാണ് ഫസ്റ്റ് പ്രോസസ്. പ്രിലിമിനറി സ്റ്റെപ്സിലെ ഇമ്പോർട്ടൻ്റ് ഇവന്റ് കറണ്ട് ഐറ്റവും നോൺ കറണ്ട് ഐറ്റംസും, കറണ്ട് ആൻഡ് നോൺ കറണ്ട് ഐറ്റംസിനെ ക്ലാസിഫിക്കേഷൻ നടത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രോസസ്. അപ്പോൾ ഫണ്ട് ഫ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ടും കറണ്ട് അസറ്റ്സും അല്ലെങ്കിൽ രണ്ടും നോൺ കറണ്ട് അസറ്റും ആയിരുന്നാൽ എന്ത് ചെയ്യില്ല, ഫണ്ട് ഫ്ലോ ചെയ്യുന്നില്ല. അതായത് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഐദർ ഔട്ട് ഫ്ലോ ഓർ ഇൻഫ്ലോ, അല്ലെങ്കിൽ ഫ്ലോവിനകത്തേക്ക് കടന്നു വരുന്നതാവാം. ഇപ്പോൾ ഒരു ബിസിനസ് യൂണിറ്റ് ആണെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ ഈ ബിസിനസ് യൂണിറ്റിലേക്ക് ഫണ്ട് ഇൻഫ്ലോ ചെയ്യാം, ഇൻഫ്ലോ ഓഫ് ഫണ്ട്. അതുപോലെ തന്നെ ബിസിനസ് യൂണിറ്റിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, ഔട്ട്ഫ്ലോയും സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഇതിനാണ് ഫണ്ട് ഫ്ലോ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഫണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടോ എന്ന് വെരിഫൈ ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റേജാണ് ഐറ്റംസ് ക്ലാസിഫൈ ചെയ്യുക. അതായത് കറണ്ട് ഐറ്റം ആണോ നോൺ കറണ്ട് ഐറ്റം ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അപ്പം നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഏതൊക്കെയാണ് കറണ്ട് അസറ്റ്സ്, അതുപോലെ എന്തൊക്കെയാണ് കറണ്ട് ലാബിലിറ്റി, എന്തെല്ലാമാണ് നോൺ കറണ്ട് ലാബിലിറ്റീസ്, അതുപോലെ എന്തെല്ലാമാണ് നോൺ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാം കറണ്ട് അസറ്റ്സ്. കറണ്ട് അസറ്റ്സ്, കറണ്ട് അസറ്റ്സിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ ഒരു ഇവന്റ് തന്നാൽ അത് കറണ്ട് അസറ്റ് ആണോ അല്ലെങ്കിൽ കറണ്ട് ലാബിലിറ്റി ആണോ, ദെൻ ലോങ് ടൈം ലാബിലിറ്റി ആണോ അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് ആണോ എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ കറണ്ട് അസറ്റിൻ്റെ ഒരു ലിസ്റ്റ് എടുത്താൽ അതിൽ ഫസ്റ്റ് വരുന്നത് സ്റ്റോക്ക് ഇൻ ട്രേഡ്. സ്റ്റോക്ക് ഇൻ ട്രേഡ്, സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു യൂണിറ്റിൽ ഉണ്ടാകുന്ന വാരിയസ് സ്റ്റോക്കിനെ ആണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഇൻവെന്ററി. ഇൻവെന്ററി ഓർ സ്റ്റോക്ക്, സ്റ്റോക്ക് ഇൻ ട്രേഡ് ഒരു കറണ്ട് അസറ്റ് ആണ്. ദെൻ ബിൽസ് റിസീവബിൾ, ബിൽസ് റിസീവബിൾ, ബിൽസ് റിസീവബിൾ അനദർ കറണ്ട് അസറ്റ് ആണ്. ദെൻ സൺട്രി ഡെറ്റേഴ്സ്, സൺട്രി ഡെറ്റേഴ്സ്, സൺട്രി ഡെറ്റേഴ്സ് ഒരു കറണ്ട് അസറ്റ് ആണ്. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ഇൻ ഹാൻഡ്, then cash at bank, cash in hand, then cash at bank. Advance tax, advance tax, advance tax. Then prepaid expenses, prepaid expenses, prepaid expenses. Short term investment, short term investment, that is marketable security, short term investment or marketable securities. Then accrued income, accrued income. ഇത്രയും ഇവന്റുകൾ നമ്മൾ കറണ്ട് അസറ്റ്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. വൺസ് മോർ, stock in trade or inventory, bills receivable, sundry debtors, cash in hand, cash at bank, advance tax, prepaid expenses, short term investment or marketable securities, then accrued income. ഓക്കെ, നമ്മൾ കറണ്ട് അസറ്റ്സ് എന്തെല്ലാമാണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ നോക്കേണ്ടത് കറണ്ട് ലാബിലിറ്റീസ് എന്ന് പറയുന്ന ഇവന്റ് ഏതെല്ലാമാണെന്ന് ചെക്ക് ചെയ്യാം. കറണ്ട് ലാബിലിറ്റീസ്, കറണ്ട് അസറ്റ്സ് അതുപോലെ കറണ്ട് ലാബിലിറ്റി, ഫിക്സഡ് അസറ്റ്സ്, ലോങ് ടൈം ലാബിലിറ്റി, ഇതിനൊക്കെ തിരിച്ചറിയാനുള്ളതാണ് ഫസ്റ്റ് പ്രോസസ്. ദെൻ കറണ്ട് ലാബിലിറ്റീസ്, കറണ്ട് ലാബിലിറ്റീസ് ഏതെല്ലാമാണ് കറണ്ട് ലാബിലിറ്റീസ് എന്നുള്ളത് ചെക്ക് ചെയ്യും. ഇപ്പോൾ പറഞ്ഞു ബിൽസ് റിസീവബിൾ ഒരു കറണ്ട് അസറ്റ് ആണ്. അതുപോലെ തന്നെ ബില്ല് എമൗണ്ട് ഫോം കൊടുത്തു തീർക്കേണ്ടതായിട്ടുണ്ടാവും. ഷോർട്ട് ടൈമിൽ ബില്ല് എമൗണ്ട് കൊടുത്തു തീർക്കേണ്ടതുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ബിൽസ് പേയബിൾ എന്താണ്, ബിൽസ് പേയബിൾ കറണ്ട് ലാബിലിറ്റിയാണ്. അതുപോലെ തന്നെ
സൺട്രി ഡെറ്റേഴ്സ് എന്താണ്? കറണ്ട് അസറ്റ്സ് ആണ്. സോ സൺട്രി ക്രെഡിറ്റേഴ്സ് കറണ്ട് ലാബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യും. സൺട്രി ക്രെഡിറ്റേഴ്സിനെ കറണ്ട് ലാബിലിറ്റി ചെയ്യും. അതുപോലെ ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ഒരു കറണ്ട് ലാബിലിറ്റിയാണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് കറണ്ട് അസറ്റ് ആണെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് കറണ്ട് ലാബിലിറ്റിയാണ്. കറണ്ട് അസറ്റ് പ്രീപെയ്ഡ് എക്സ്പെൻസ് കറണ്ട് അസറ്റ് ആണ്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് എന്തായിരിക്കും? കറണ്ട് ലാബിലിറ്റിയാണ്. സൺട്രി ഡെറ്റേഴ്സ് കറണ്ട് അസറ്റ് ആണ്. സൺട്രി ക്രെഡിറ്റേഴ്സ് കറണ്ട് ലാബിലിറ്റിയാണ്. ബിൽസ് പേയബിൾ കറണ്ട് ലാബിലിറ്റിയാണ്. ബിൽസ് റിസീവബിൾ കറണ്ട് അസറ്റ് ആണ്. ഓക്കെ. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് provision for doubtful debts എന്തായിട്ടാണ്? കറണ്ട് ലാബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്തു പോകുന്നത്. ഓക്കെ. ദെൻ ഇൻകംസ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അഡ്വാൻസ് ആയിട്ട് ഫണ്ട് കളക്ട് ചെയ്ത് വെച്ചാൽ അത് എന്ത് ചെയ്യണം? അതിന് പെർട്ടിക്കുലർ കാലാവധി വരുമ്പോൾ തിരിച്ചു കൊടുക്കേണ്ടി വരും. സോ അഡ്വാൻസ് ഇൻകം റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറണ്ട് ലാബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ദെൻ ഡിവിഡൻഡ് പേയബിൾ കറണ്ട് ലാബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യും. ദെൻ ടാക്സ് പേയബിൾ കറണ്ട് ലാബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇത്രയും ഇവന്റ് കറണ്ട് ലാബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ബിൽസ് പേയബിൾ, സൺട്രി ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ഓവർഡ്രാഫ്റ്റ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഡിവിഡൻഡ് പേയബിൾ ആൻഡ് ടാക്സ് പേയബിൾ. ഇത്ര ഇവന്റിനെ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? കറണ്ട് ലാബിലിറ്റീസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്തു പോകുന്നത്. ഓക്കെ. ലെറ്റ്സ് ഗോ. ഫിക്സഡ് അസറ്റ്സ് or non-current assets and non-current liabilities. Fixed assets or non-current assets. Then what are the main fixed assets or non-current assets? Then non-current assets, first one, goodwill. Second one, land and building. Third one, plant and machinery. Fourth one, vehicles. Then number 5, furniture. Land and building, capital redemption reserve, patent and trademarks. Patent and trademarks. Long-term investment, preliminary expenses, preliminary expenses, long-term investment, preliminary expenses. Then profit or loss, then within bracket loss. ഇത്രയും ഇവന്റിനെ ഫിക്സഡ് അസറ്റ്സ് ഓർ നോൺ കറണ്ട് അസറ്റ്സ് എന്നുള്ള കാറ്റഗറിയിലാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ
first of all, the classification of which are the current assets or which are the current liability or which are the non-current assets and which are the non-current liabilities. അപ്പോൾ എന്തൊക്കെയാണ് ഫിക്സഡ് അസറ്റ്സ് അല്ലെങ്കിൽ നോൺ കറണ്ട് അസറ്റ്സ് അതിനെ ട്രീറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഗുഡ് വില്ല്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ലാൻഡ് ആൻഡ് മെഷീനറി, വെഹിക്കിൾസ്, ഫർണിച്ചർ, പാറ്റന്റ് ആൻഡ് ട്രേഡ് മാർക്സ്, ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ്, പ്രിലിമിനറി എക്സ്പെൻസസ്, profit and loss account, then the loss. Okay, then the same way long term investment or non current investment, sorry, liabilities, non current liabilities or long term liabilities, long term liability, long term liabilities or non-current liabilities, long-term liabilities. Which are the long-term liabilities or non-current liabilities? Capital redemption reserve, capital redemption reserve, number one. Then number two, security premium, third one, debenture ഒരു long term liability ആണ്. Then long term loss, fourth one, long term loss, capital redemption reserve, security premium, debentures, then long term loss. Provision for depreciation, fifth one, provision for depreciation, then sixth one, tax payable, seventh one, equity share capital, preference share capital, capital redemption, security premium, debenture, long term loans, provision for depreciation, tax payable, equity share capital, preference share capital, general reserves, tenth one, profit or loss account, thin bracket, profit or loss account, then profit, then capital reserve. ഇത്രയും ഇവന്റിനെയാണ് നമ്മൾ നോൺ കറണ്ട് ലാബിലിറ്റീസ് അല്ലെങ്കിൽ ലോങ് ടേം ലാബിലിറ്റീസ് എന്ന് ട്രീറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മൾ 4 കാറ്റഗറിയും അണ്ടർസ്റ്റുഡ് ചെയ്ത് കഴിഞ്ഞു. ദാറ്റ് മീൻസ് വിച്ച് ആർ ദ കറണ്ട് അസറ്റ്സ്, which are the current liabilities, then which are the long term liabilities, then which are the fixed assets or non current assets. ഇനി ഇവിടെ ചെയ്യുന്നത് ഫണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടോ എന്നതാണ് ചെക്ക് ചെയ്യണത്. അപ്പോൾ ഫണ്ട് ഫ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫണ്ട് ഫ്ലോ ചെയ്യുന്ന രീതി രണ്ടും കറണ്ട് അസറ്റ്സ് ആയിരുന്നാൽ ഫ്ലോ ചെയ്യുന്നില്ല. ദെൻ ഒരു കറണ്ട് അസറ്റും ഒരു കറണ്ട് ലയബിലിറ്റിയും ആയിരുന്നാൽ ഫ്ലോ ചെയ്യുന്നില്ല. ഫണ്ട് ഫ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ then fund flow means either outflow or inflow. ഈ രണ്ട് ഓപ്ഷനാണ്. അപ്പോൾ കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് ഫണ്ട് പോകുന്നു. ദെൻ ഫണ്ട് ജനറലി ടേംസ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യുകയാണോ ഡിക്രീസ് ചെയ്യുകയാണോ എന്നുള്ളതാണ് ഇവിടെ ഫൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഫണ്ട് ഫ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദെൻ കറണ്ട് അസറ്റ്സ്, ദെൻ കറണ്ട് ലയബിലിറ്റി. ഒരു കറണ്ട് അസറ്റും ഒരു കറണ്ട് ലയബിലിറ്റിയും ആണെങ്കിൽ നോ ഫ്ലോ ഫണ്ട്. That means, for example, cash paid
cash paid to creditors. Cash paid to creditors rupees 10,000. Rupees 10,000. ഇവിടെ ക്യാഷ് ക്രെഡിറ്റേഴ്സിന് കൊടുത്തു എന്നുള്ളതാണ്. വാട്ട് ഈസ് ദ ജേണൽ എൻട്രി? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ആണല്ലോ. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് rupees 10,000. ഇതാണ് ഇവിടുത്തെ ജേണൽ എൻട്രി വരുന്നത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ മീനിങ് ക്യാഷിൻ്റെ വോളിയം കുറയുന്നു, ദെൻ ക്രെഡിറ്റേഴ്സിൻ്റെ ലാബിലിറ്റിയും കുറയുന്നു. ഇവിടെ രണ്ടും സംഭവിക്കുന്നത് കറണ്ട് ഇവൻറ്റിലാണ്. അതായത് ക്രെഡിറ്റേഴ്സ് ഒരു കറണ്ട് ലാബിലിറ്റിയാണ്, ക്യാഷ് ഒരു കറണ്ട് അസറ്റാണ്. അപ്പോൾ രണ്ടും കറണ്ട് അസറ്റ് അല്ലെങ്കിൽ കറണ്ട് ലാബിലിറ്റി, അതായത് കറണ്ട് ഇവൻ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നില്ല, ഫണ്ട് ഫ്ലോ ചെയ്യുന്നില്ല. ഇവിടെ ക്യാഷിൻ്റെ വോളിയം കുറയുന്നു, അതോടൊപ്പം ലാബിലിറ്റീൻ്റെ വോളിയം കുറയുന്നു. അതിൻ്റെ നെറ്റ് ഇഫക്റ്റ് എന്താണ്? 0 ആണ്. ഇവിടെ ക്യാഷിൻ്റെ വോളിയം കുറയുന്നു, അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സിൻ്റെ വോളിയം കുറയുന്നു. ഇത് രണ്ടും സംഭവിക്കുന്നത് കറണ്ട് ആസ്പെക്റ്റിലായതുകൊണ്ട് ദർ ഇസ് നോ ഫ്ലോ ഓഫ് ഫണ്ട്. ഇവിടെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ വോളിയം കൂടുകയോ കുറയുകയോ ഒന്നും ചെയ്യുന്നില്ല. രണ്ടാമത്തെ ഇവൻ്റ് ഒരു കറണ്ട് അസറ്റും അതുപോലെ ഒരു കറണ്ട് ലാബിലിറ്റിയും ആകുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, ഫണ്ട് ഫ്ലോ ചെയ്യുന്നില്ല. സെക്കൻഡ് പാർട്ടിൽ കറണ്ട് അസറ്റ് ദെൻ കറണ്ട് അസറ്റ്, രണ്ടും കറണ്ട് അസറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നില്ല, നോ ഫ്ലോ ഓഫ് ഫണ്ട്. നോ ഫ്ലോ ഓഫ് ഫണ്ട്. ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഫണ്ട് ഫ്ലോ ചെയ്യുന്നില്ല, രണ്ടും കറണ്ട് അസറ്റ്. ദെൻ രണ്ടും കറണ്ട് ലാബിലിറ്റി ആണെങ്കിൽ, രണ്ട് കേസും കറണ്ട് ലാബിലിറ്റി ആണെങ്കിൽ നോ ഫ്ലോ ഓഫ് ഫണ്ട്. അവിടെയും ഫണ്ട് ചെയ്യുന്നില്ല, ഫ്ലോ ചെയ്യുന്നില്ല. അപ്പോൾ ഫണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ ഒരു കറണ്ട് അസറ്റും ഒരു നോൺ കറണ്ട് അസറ്റോ അല്ലെങ്കിൽ നോൺ കറണ്ട് ലാബിലിറ്റിയോ ആയിരിക്കണം. അതുപോലെ ഒരു കറണ്ട് ലാബിലിറ്റിയും ദെൻ ഒരു നോൺ കറണ്ട് ലാബിലിറ്റി, അല്ലെങ്കിൽ ഒരു കറണ്ട് ലാബിലിറ്റിയും ഒരു നോൺ കറണ്ട് അസറ്റും ആവാം. ഒരു കറണ്ട് ഐറ്റവും ഒരു നോൺ കറണ്ട് ഐറ്റവും ആകുമ്പോഴാണ് ഫണ്ട് എന്ത് ചെയ്യുക, ഫ്ലോ ചെയ്യുക. ദാറ്റ് മീൻസ് കറണ്ട് അസറ്റ്, കറണ്ട് ലാബിലിറ്റി, നോൺ കറണ്ട് അസറ്റ്, ദെൻ നോൺ കറണ്ട് ലാബിലിറ്റി. അപ്പോൾ കറണ്ട് ലാബിലിറ്റിയും നോൺ കറണ്ട് അസറ്റും ഫണ്ട് ഫ്ലോ ചെയ്യും, കറണ്ട് അസറ്റും നോൺ കറണ്ട് ലാബിലിറ്റിയും ഫണ്ട് ഫ്ലോ ചെയ്യും. അല്ലാതെ കറണ്ട് അസറ്റും കറണ്ട് ലാബിലിറ്റിയും ആയാൽ ഫണ്ട് ഫ്ലോ ചെയ്യില്ല. ദെൻ നോൺ കറണ്ട് അസറ്റും നോൺ കറണ്ട് ലാബിലിറ്റിയും ആകുമ്പോഴും എന്ത് ചെയ്യാൻ പോകുന്നില്ല, ഫണ്ട് ഫ്ലോ ചെയ്യുന്നില്ല. ഇവിടെ ഫണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടോയെന്ന് അറിയാൻ ഒരു ട്രാൻസാക്ഷനെ ആദ്യം ജേണലൈസ് ചെയ്യണം. അപ്പോൾ അത് ജേണലൈസ് ചെയ്യുമ്പോൾ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് കറണ്ട് അസറ്റ് ആണോ കറണ്ട് ലാബിലിറ്റി ആണോ, നോൺ കറണ്ട് അസറ്റ് ആണോ നോൺ കറണ്ട് ലാബിലിറ്റി ആണോ എന്നുള്ളത് ഫസ്റ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലാബിലിറ്റി ആണ്. കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലാബിലിറ്റി ആണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഒരു നോൺ കറണ്ട് ഐറ്റവും ഒരു കറണ്ട് ഐറ്റവും വരുമ്പോഴാണ് എന്ത് ചെയ്യുക, ഫണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഇസ്ന്റ് ഇറ്റ്? ഓക്കെ, ഫണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ, ക്യാഷ് കളക്റ്റഡ് ഫ്രം ഡെറ്റേഴ്സ്. ഡെറ്റേഴ്സിൽ നിന്നും ക്യാഷ് കളക്ട് ചെയ്യും. വാട്ട് ഇസ് ദ ജേണൽ എൻട്രി? ക്യാഷ് കളക്റ്റഡ് ഫ്രം ഡെറ്റേഴ്സ്. അപ്പോൾ കമ്പനിക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ക്യാഷ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യും. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സൺട്രി ഡെറ്റേഴ്സ് അക്കൗണ്ട്. ഓക്കെ, ഇതാണ് ജേണൽ എൻട്രി. ക്യാഷ് റിസീവ് കളക്റ്റഡ് ഫ്രം ഡെറ്റേഴ്സ്. അപ്പോൾ ഡെറ്റേഴ്സിൽ നിന്ന് ക്യാഷ് കിട്ടി, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സൺട്രി ഡെറ്റേഴ്സ്. ഇവിടെ എന്തൊക്കെ ഐറ്റം, ക്യാഷ് ഒരു കറണ്ട് അസറ്റ് ആണ്, സൺട്രി ഡെറ്റേഴ്സും എന്താണ്, കറണ്ട് അസറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ടും കറണ്ട് അസറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ എന്താ, നോ ഫ്ലോ ഓഫ് ഫണ്ട്. ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഫണ്ട് ഫ്ലോ ചെയ്യുന്നില്ല. ഓക്കെ, ഒരു ക്യാഷിൻ്റെ വോളിയം കൂടി അതേസമയം ഡെറ്റേഴ്സിൻ്റെ വോളിയം കുറഞ്ഞും ചെയ്തു. അപ്പോൾ ഇവിടെ ആക്ച്വൽ റിസൾട്ട് എന്ന് പറയുന്നത് ദർ ഈസ് നോ എനി ചേഞ്ച്. ഇവിടെ ക്യാഷ് കൂടിയിട്ടുണ്ട്, പക്ഷെ ഇവിടെ ഡെറ്റേഴ്സിൻ്റെ വോളിയം കുറയുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഫണ്ട് ഫ്ലോ ചെയ്യുന്നില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് എക്സാമ്പിളിൽ പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. വാട്ട് ഇസ് ദ ജേണൽ എൻട്രി? പർച്ചേസസ്. പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ക്യാഷ് കൊടുത്തിട്ട് പർച്ചേസസ് നടത്തിയെന്നാണ് പറഞ്ഞത്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, ദാറ്റ് മീൻസ് പർച്ചേസസ് ഓർ ഗുഡ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഇവിടെ പർച്ചേസസ് നടത്തി അല്ലെങ്കിൽ
സ്റ്റോക്ക് കൂടി എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് ആണ്. ദെൻ ക്യാഷ് എന്താണ്? കറണ്ട് അസറ്റ് ആണ്. സോ ദർ ഈസ് നോ ഫ്ലോ ഓഫ് ഫണ്ട്. നോ ഫ്ലോ ഓഫ് ഫണ്ട്. ഇവിടെ എന്ത് ചെയ്യുന്നില്ല? ഫണ്ട് ഫ്ലോ ചെയ്യുന്നില്ല. ഓക്കെ. ദെൻ തേർഡ് വൺ, ഗുഡ്വിൽ റിട്ടേൺ ഓഫ്. വാട്ട് ഇസ് ദ ജേർണൽ എൻട്രി? ഗുഡ്വിൽ റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ എന്താ ജേർണൽ ഉണ്ടാവുക? ഗുഡ്വിൽ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുന്നത് എവിടെ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെയാണ് എഫക്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്വിൽ അക്കൗണ്ട്. ടു ഗുഡ്വിൽ അക്കൗണ്ട്. ഓക്കെ. ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പ്രോഫിറ്റിന്റെ വോളിയം അല്ല, പ്രോഫിറ്റിന്റെ വോളിയം എന്താകുകയാണ്? കുറയാണ്. അപ്പോൾ ഇവിടെ ലോസ് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? നോൺ കറണ്ട് ലാബിലിറ്റി ആയിട്ടാണ് ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത്. ദെൻ ഗുഡ്വിൽ. ഗുഡ്വിൽ എന്താ? നോൺ കറണ്ട് അസറ്റുമാണ്. അപ്പോൾ ഇവിടെ ഒരു നോൺ കറണ്ട് ലാബിലിറ്റിയും ദെൻ നോൺ കറണ്ട് അസറ്റുമാണ്. അപ്പോൾ ഇവിടെ രണ്ടും എന്താണ്? നോൺ കറണ്ട് ഐറ്റമാണ്. അതായത് ഒരു നോൺ കറണ്ട് ലാബിലിറ്റിയും നോൺ കറണ്ട് രണ്ടും ഇവന്റും കറണ്ട് അല്ലാത്ത നോൺ കറണ്ട് ഐറ്റം ആയിട്ടാണ് ഇത് ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്തില്ല? നോ ഫ്ലോ ഓഫ് ഫണ്ട്. ഇവിടെയും ഫണ്ട് എന്ത് ചെയ്യുന്നില്ല? ഫ്ലോ ചെയ്യുന്നില്ല. ഓക്കെ. ദെൻ ഫോർത്ത് എക്സാമ്പിൾ, ഫോർത്ത് വൺ. എന്താ ഫോർത്ത് വൺ എന്ന് പറയുന്നത്? ഇഷ്യൂ ഓഫ് ഷെയർസ് ഫോർ ക്യാഷ്. ഷെയർ ഇഷ്യൂ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ക്യാഷ് കിട്ടി. വാട്ട് ഇസ് ദ ജേർണൽ എൻട്രി? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ഓക്കെ. അപ്പോൾ ക്യാഷിന്റെ വോളിയം കൂടി, ഷെയർ ക്യാപിറ്റലിന്റെ സ്ട്രെങ്ത്തും കൂടി. ഇപ്പോൾ എന്താ ചെയ്യുന്നത്? ക്യാഷ് ഒരു കറണ്ട് അസറ്റ് ആണ്. ദെൻ ഷെയർ ക്യാപിറ്റൽ എന്താണ്? നോൺ കറണ്ട് ലാബിലിറ്റി ആണ്. അപ്പോൾ ഇവിടെ ഒരു കറണ്ട് ഐറ്റവും ഒരു നോൺ കറണ്ട് ഐറ്റവും ആണ് കടന്നു വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഫ്ലോ ഓഫ് ഫണ്ട്. ഫ്ലോ ഓഫ് ഫണ്ട്. ഈ ഫണ്ട് ഫ്ലോ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു ഐദർ ഇൻഫ്ലോ ഓർ ഔട്ട്ഫ്ലോ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇൻഫ്ലോ ഓഫ് ഫണ്ട്. ഇൻഫ്ലോ ഓഫ് ഫണ്ട്. അപ്പോൾ ഫണ്ട് ഇൻഫ്ലോ ചെയ്താൽ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഫണ്ട് കമ്പനിയിലേക്ക് വന്നു ചേർന്നതാണ്. ഇൻഫ്ലോ ചെയ്തു. ഇൻഫ്ലോ ചെയ്തപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിന്റെ വോളിയം കൂടുകയാണ് ചെയ്തത്. ഓക്കെ. ഫോർത്ത്. ദെൻ ഫിഫ്ത്ത് ഇവന്റ് എന്താ? ഫിഫ്ത്ത് കണ്ടന്റ് പറഞ്ഞത് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചർ റിഡീം ചെയ്യുന്നു. അപ്പോൾ ഡിബഞ്ചർ റിഡീം ചെയ്യുമ്പോൾ വാട്ട് ഇസ് ദ ജേർണൽ എൻട്രി? ഡിബഞ്ചറിന്റെ വോളിയം കുറയും, അസറ്റിന്റെ വോളിയം അതായത് ക്യാഷിന്റെ വോളിയം കുറയും. ഓക്കെ. സോ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഓക്കെ. ഇപ്പോൾ അത് ചെക്ക് ചെയ്യാം. കറണ്ട് ഐറ്റം ആണോ നോൺ കറണ്ട് ഐറ്റം ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഡിബഞ്ചർ എന്താണ്? നോൺ കറണ്ട് ലാബിലിറ്റീസ് ആണ്. നോൺ കറണ്ട് ലാബിലിറ്റി ആണ് ഡിബഞ്ചർ അക്കൗണ്ട്. ക്യാഷ് ഒരു കറണ്ട് അസറ്റ് ആണ്. അപ്പോൾ ഒരു നോൺ കറണ്ട് ഐറ്റവും ഒരു കറണ്ട് ഐറ്റവുമാണ് ട്രീറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എന്തുണ്ടായിരിക്കും? ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ടായിരിക്കും. ഓക്കെ. ഫ്ലോ ഓഫ് ഫണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ടത് ഈ ഫണ്ട് ഫ്ലോ ചെയ്തിട്ടുള്ളത് ഇൻഫ്ലോ ഓർ ഔട്ട്ഫ്ലോ. ഇൻഫ്ലോ ആണോ ഔട്ട്ഫ്ലോ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇൻഫ്ലോ ഓർ ഔട്ട്ഫ്ലോ. ഇതിലേതാ സംഭവിച്ചിട്ടുള്ളത് ചെക്ക് ചെയ്യാം. ഇതിലേതാ സംഭവിച്ചിട്ടുള്ളത്? ഡിബഞ്ചറിന്റെ വോളിയം കുറഞ്ഞു. അതായത് ലോങ് ടൈം ലാബിലിറ്റി ആയ ഡിബഞ്ചറിന്റെ വോളിയം കുറഞ്ഞു. സ്വാഭാവികമായും ക്യാഷ് കമ്പനിയിൽ നിന്നും പുറത്തേക്ക് പോയി. ഇപ്പോൾ ഫണ്ട് എന്താ ചെയ്തിട്ടുള്ളത്? ഔട്ട്ഫ്ലോ ആണ് സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഔട്ട്ഫ്ലോ ആകുമ്പോൾ അതിന്റെ നെറ്റ് റിസൾട്ട് ഡിക്രീസിങ് വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ. ഫണ്ട് ഫ്ലോ ചെയ്തുകൊണ്ട് ലാബിലിറ്റിന്റെ വോളിയം കുറയുകയും ചെയ്തു. അതുപോലെ തന്നെ ക്യാഷിന്റെ വോളിയവും കുറയുകയും ചെയ്തു. ഇവിടെ ക്യാഷിന്റെ വോളിയം കുറഞ്ഞതുകൊണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ വോളിയം ഡിക്രീസ് ചെയ്തേക്കാണ് ചെയ്തത്. ഓക്കെ. അപ്പോൾ ഇത്രയും ഏരിയ ക്ലിയർ ആണല്ലോ. എന്തൊക്കെയാണ് കറണ്ട് അസറ്റ്, എന്തെല്ലാമാണ് കറണ്ട് ലാബിലിറ്റി, എന്തെല്ലാമാണ് നോൺ കറണ്ട് അസറ്റ്, എന്തെല്ലാമാണ് നോൺ കറണ്ട് ലാബിലിറ്റീസ്, അതുപോലെ തന്നെ ഫണ്ട് ഫ്ലോ ചെയ്യുന്ന രീതികൾ ഏതെല്ലാമാണ്, ഏതൊക്കെ ഇവന്റ് കടന്നു വരുമ്പോഴാണ് ഫണ്ട് ഫ്ലോ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഇറ്റ്സ് ക്ലിയർ.